പ്രഭാതം പുലരും വരെ മുന്നേറിയിടും അതിജീവനം അതിജീവനം പുനരുജ്ജീവനം ഈ സഹനം. ഇവിടെയെല്ലാം പഴയപടിയാവുകയാണ്. കരുതലുള്ള അന്തരീക്ഷം, പുതിയ അയൽക്കാർ, സ്നേഹത്തിൻ്റെ ആഴമറിയുന്ന ചിരികൾ. പുതിയ വീട്ടിൽ ചിലർക്കെല്ലാം ഇത് പുതിയ ജീവിതമാണ്. ആപത്തിൽ കൈവിടാത്ത ഒരു ജനതയുടെയും സർക്കാരിൻ്റെയും കരുതൽ തിരിച്ചറിഞ്ഞവരാണ് ഇവർ. മേപ്പാടിയിലും ചൂരൽമലയിലും താമസിച്ചവർ. അവർ നമുക്ക് ചുറ്റിലും ആമോദത്തിൻ്റെ പുതിയ കാലത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളതെല്ലാം നഷ്ടപ്പെട്ടതാണ്. സർക്കാർ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളിന്ന് ജീവിച്ചു പോകും. പറഞ്ഞ വാക്കൊക്കെ സർക്കാർ പാലിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണ്. ഇങ്ങനെ ആവണം ഈ ഒരു സർക്കാർ. സർക്കാർ ഈ ദുരന്തബാധിതരുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് വാക്ക് പാലിക്കുന്നുണ്ട്. ഇനിയൊന്നായി മുന്നേറി നാം കനവിൽ കണ്ട ദൂരങ്ങളിൽ ഇരുളെല്ലാം പകഞ്ഞേറുമീ അഴകിൽ കേരളം. പക്ഷേ ഇവിടുത്തെ മനുഷ്യരിൽ ചിലർ ഇപ്പോഴും ഓർക്കുന്നു ആ ഭീകര രാത്രിയെക്കുറിച്ച്. സമാധാനം നഷ്ടപ്പെട്ട രാത്രി, മലയിടിഞ്ഞു മനുഷ്യരുടെ മേൽ പതിച്ച രാത്രി, പുഴ ദുരന്തഭൂമിയായ രാത്രി. നല്ല മഴയുണ്ട്. ഓൾ സ്റ്റേഷൻ കൺട്രോൾ. എല്ലാ സ്റ്റേഷനും ശ്രദ്ധിക്കുക. മുണ്ടക്കി ചൂരമലയിൽ ഉരുൾപൊട്ടിയതായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഓൾ സ്റ്റേഷൻ കൺട്രോൾ. The landslides in Wayanad district of Kerala. வயநாடு மாவட்டத்தில் ஏற்பட்ட वायनाड के चोरलपारा में मंगल की रात ജൂലൈ 30 ചൊവ്വാഴ്ച അർദ്ധരാത്രിയായപ്പോൾ മുണ്ടക്കൈ എന്ന ചെറുപട്ടണം ഇല്ലാതായി. പെരുമഴയ്ക്കൊപ്പം ഉലഞ്ഞ മണ്ണും വഴിമാറി ഒഴുകിയ പുഴയും 300-ലധികം മനുഷ്യജീവനുകളെ കടപുഴക്കി. അന്ന് രാത്രി പുന്നപ്പുഴ കണ്ട വഴികളിലൂടെയെല്ലാം ആർത്തലച്ചൊഴുകി. വെള്ളോലിപ്പാറ സ്വയമില്ലാതായി. ഏലം മണക്കുന്ന ഒരു നാടിന്റെ ഭൂപടം ഒരു രാത്രി കൊണ്ട് പ്രകൃതി മാറ്റി വരച്ചു. ഒരുമിച്ചുറങ്ങാൻ കിടന്നവരിൽ ചിലർ മണ്ണിനടിയിൽ ഇപ്പോഴും നിതാന്തമായ ഉറക്കത്തിലാണ്. ദുരന്തത്തിന്റെ അടയാള രേഖ പോലെ ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. എൻ്റെ മോനെ വയറ്റിലുള്ള സമയത്താണ് ആ ഒരു സംഭവം നടന്നത്. ആ ഒരു സമയത്ത് ഇവൻ എങ്ങനെയോ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടി. പിന്നെ ബാക്കിയുള്ളത് അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ട് അവിടെ പോയി. പിന്നെ സർക്കാരിൻ്റെ ഒരു ഇതിലാണ് നമുക്കെല്ലാം സർക്കാർ ക്വാർട്ടേഴ്സ്, ഈ ക്വാർട്ടേഴ്സിൽ വന്ന് പിന്നെ ഇവിടെ സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും നമുക്ക് കിട്ടാളെല്ലാം കിട്ടി. ജൂലൈ 30 രാത്രി 1 മണി 1:30 ആകുമ്പോഴത്തേക്കാണിത് ഉരുൾ പൊട്ടുന്നത്. അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വെള്ളവും ചളിയെല്ലാം വന്ന് കയറി ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട ഒരു കുന്നിൻ്റെ പുറത്താണ് പോയി നിന്നത്.
വേറെ വീട്ടിൽ പോയി അവിടുന്ന് രണ്ടാമത്തെ പൊട്ട് വന്നപ്പോൾ അവിടുന്ന് പോയി ഒരു കുന്നിൻ്റെ പുറത്ത് പോയി നിന്ന് രാവിലെ 6:10 ഞങ്ങൾ പോകുന്നത്. പോയി ഞങ്ങളെ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. വാടക വീട്ടിൽ പോയിട്ട് അവിടെ താമസം തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ 4 മാസമേ കിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാടകയും കിട്ടൂല, ഒന്നും കിട്ടൂല, അവിടെ അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഒരു ദിവസം പോലും വഴുകാതെ ഞങ്ങളൊരാൾ ഈ ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും ഒരു വാടകക്കാരെ ഇറക്കി വിട്ടില്ല. അന്ന് തൊട്ട് ഇന്നേ വരെ ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ കൂടെ സഹായിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ 12 പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഞങ്ങൾക്ക് ഗവൺമെൻറ് തന്നെയാണ് എല്ലാ സഹായങ്ങളും ഉണ്ടായതും ഞങ്ങളിതുവരെ ജീവിച്ചതും ഒക്കെ. നിരവധി പേരെ അനാഥരാക്കിയ ദുരന്തത്തിൽ ഒഴുകിയ മണ്ണ് തന്നെ പലർക്കും അന്ത്യവിശ്രമ സ്ഥലമായി. മണ്ണിനടിയിൽ ഇനിയുമുണ്ടാകാം ചിലപ്പോൾ മനുഷ്യ ശരീരങ്ങൾ. ഒന്നും നിലവിളിക്കാൻ പോലുമാകാത്ത നിസ്സഹായതയോടെ കേരളം ഈ ദുരന്തത്തെയും നെഞ്ചിലേറ്റി ഒറ്റക്കെട്ടായി നേരിട്ടു. ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകൾ മുതൽ സംസ്ഥാന സർക്കാർ അചഞ്ചലമായി മുന്നിൽ നിന്നു. മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ മന്ത്രിമാർ ദുരന്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകി. NDRF, പോലീസ്, ഫയർഫോഴ്സ്, സൈന്യം എല്ലാ രക്ഷാദൗത്യങ്ങളും ഒന്നാകെ ചേർന്ന് പ്രകൃതിയോട് പടവെട്ടി. സഹജാതരില്ലാതെ ഒരു പുലർവേള അതിരാകെ മായുന്ന പ്രളയാന്തഗാഥ ഒന്നായി നേരിടാം തണലായി തുണയായി കേരളമേ പോരൂ. നദിക്ക് കുറുകെ വടം കെട്ടിയും താൽക്കാലിക പാലം നിർമ്മിച്ചും വനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആദിവാസി ബാലന്മാരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു മലയിറങ്ങിയും മണ്ണിനടിയിലെ ജീവന്റെ തുടിപ്പ് തേടി മനുഷ്യരും മൃഗങ്ങളും ഡ്രോണും റഡാറുകളും ആകാശത്തും ഭൂമിയിലും തെരഞ്ഞും രാജ്യത്തിന്നോളമുണ്ടായതിൽ വച്ച് ഏറ്റവും തീവ്രമായ ഉരുൾപൊട്ടലിനെ നമ്മൾ നേരിട്ടു. ഉടമസ്ഥൻ നഷ്ടമായ വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി വരെ കൺട്രോൾ റൂം തുറന്ന സർക്കാർ മാനവ സ്നേഹത്തിന്റെ മഹനീയ മാതൃക തീർത്തു. രക്ഷാപ്രവർത്തനം പതിവ് പോലെ മലയാളിയുടെ ഐക്യബോധത്തിന്റെ വിളംബരമായി. ഇനിയാണ് അതിജീവനത്തിന്റെ ശരിക്കുള്ള കഥയുടെ തുടക്കം. വെറും വാഗ്ദാനങ്ങളും മോഹിപ്പിക്കലുകളും അതിജീവനവുമെല്ലാം കൂടിക്കുഴഞ്ഞ ക്ലൈമാക്സുകൾ. സംഭവസ്ഥലം പ്രധാനമന്ത്രി മുതൽ സിനിമാ താരങ്ങൾ വരെ സന്ദർശിച്ചു. ദുരന്തബാധിതരെ ആശ്വസിപ്പിച്ചു. പക്ഷേ അതിജീവിതർക്ക് ഭാവി ജീവിതം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ചില്ലിക്കാശുപോലും പ്രഖ്യാപിച്ചില്ല. ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളിയില്ല. വയനാട്ടിലേത് ദേശീയ ദുരന്തമായി പോലും പ്രഖ്യാപിക്കപ്പെട്ടില്ല. മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് PDNA നടത്തുകയും വിശദമായ റിപ്പോർട്ട് നവംബർ 13 കേന്ദ്ര സർക്കാരിന് നൽകുകയും ചെയ്തു. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. സഹായിക്കേണ്ടവർ കൈയൊഴിഞ്ഞപ്പോഴും കേരളം പതറിയില്ല. മലയാള മണ്ണിന്റെ മക്കൾ ഒത്തുചേർന്നു. പിറന്ന മണ്ണ് കാൽച്ചുവട്ടിൽ നിന്നൊലിച്ചുപോയവർക്ക് മുന്നിൽ മലയാളി സഹായഹസ്തത്തിന്റെ കാരുണ്യപ്പെട്ടി തുറന്നിട്ടു.
സ്കൂൾ കുട്ടികളുടെ നിക്ഷേപക്കുടുക്ക മുതൽ വലിയ സമ്പാദ്യങ്ങളുടെ വിയർപ്പോഹരി വരെ നിർലോഭം CMDRFിലേക്ക് പ്രവഹിച്ചു. മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനിക്കേണ്ട വകയായിട്ട് ഒരു ചെറിയൊരു കമ്മൽ കൊടുത്തിരുന്നു. ആ സമയത്ത് TV-യിൽ നമ്മളെല്ലായ്പ്പോഴും എന്നാ കാണുക, കുട്ടികൾ കരയുന്നതും മാതാപിതാക്കൾ എല്ലാവരും സങ്കടങ്ങളാണ്. എന്നാൽ ഞാൻ അത് സങ്കടം കണ്ട് അവളെ വക, അതായത് ഹസ്ബൻഡ് കൊടുത്തിരുന്നു, എന്നാലും അവളെ വക ഒരു ചെറിയ അവളെ വകയായിട്ടൊരു കമ്മൽ കൊടുത്തു. വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മാനെയും ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചൂരൽമലയിലെ പിള്ളേരെ കുറേ ബുക്കും ബാഗും കുറേ സ്കൂളും എല്ലാം നഷ്ടപ്പെട്ട് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുടുക്കം മുഖ്യമന്ത്രി കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മുഖ്യമന്ത്രി എന്നെ കെട്ടിപ്പിടിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ വയനാട് ദുരന്തത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ്റെ സ്വർണ്ണക്കമ്മൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാൻ കഴിഞ്ഞു. ഇതിനെനിക്ക് ഫുൾ സപ്പോർട്ട് നൽകിയത് എൻ്റെ പാരൻസും എൻ്റെ സ്കൂളുമായ ബ്ലൂമോൺ പബ്ലിക് സ്കൂളുമാണ്. വയനാട്ടിൽ ഇങ്ങനെ പെട്ടെന്നൊരു രാത്രി കൊണ്ട് അവിടെ ഒരു അപകടം നടന്നല്ലോ. അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ എന്തെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കയ്യിലാണെങ്കിലും ഒന്നുമില്ല, പൈസയില്ല, വേറെ ഒന്നുമില്ല, കമ്മൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കമ്മൽ ഊരി കൊടുത്തത് എന്തെങ്കിലും ഒരു സഹായം അവിടെ കൊടുത്തത് പോരാന്നുണ്ട്, കൂടുതൽ കൊടുക്കാനാണ് ആഗ്രഹം. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ കമ്മൽ ഊരി കൊടുത്തതേ ഉള്ളൂ. നമ്മളെ സർക്കാർ ഇത്രയും ജനങ്ങൾക്ക് ഇപ്പോൾ 23-5 തീയതി താക്കോൽദാനം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും ചെയ്തു കൊടുത്തല്ലോ, കേന്ദ്രം ഇത്രയും അവഗണിച്ചിട്ട് പോലും. ജനിച്ച ഭൂമിയിൽ റേഷൻ കാർഡ് അടക്കമുള്ള എല്ലാ പൗരാവകാശ രേഖകളും നഷ്ടമായ ജനതയ്ക്ക് ദിവസങ്ങൾക്കകം രേഖകൾ നൽകി സർക്കാർ പുനരധിവാസ പ്രക്രിയയ്ക്ക് തുടക്കമിട്ടു. ക്യാമ്പിലുണ്ടായിരുന്ന 728 കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഉറപ്പാക്കി. വാടകയും ദിനബത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയും ഭക്ഷണക്കിറ്റും ഫർണിച്ചർ കിറ്റും അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും സർക്കാർ ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ചു. കുടുംബാംഗങ്ങളെ മുഴുവൻ നഷ്ടമായ ശ്രുതിക്ക് റവന്യൂ വകുപ്പിൽ ജോലി നൽകി. ദുരന്തം കഴിഞ്ഞ് 32-ാം ദിവസം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു. ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി. ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകൾ എഴുതിത്തള്ളാനാവില്ലെന്ന് സുപ്രീം കോടതിയിൽ വരെ കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ ആ വായ്പ തുകയും എഴുതിത്തള്ളി കേരളത്തിന്റെ ഇച്ഛാശക്തി എന്താണെന്ന് ലോകത്തിന്റെ മുന്നിൽ തെളിയിച്ചു. ഈ കടങ്ങൾ എഴുതിത്തള്ളുക എന്നുള്ള ചർച്ചകളാണ് തുടക്കം മുതൽ ഉണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് RBI ആയിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അതിന് പവറുള്ളത്, അധികാരമുള്ളത്. പക്ഷേ പലവട്ടം കേന്ദ്രത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ നിരവധി തവണ കേന്ദ്രമന്ത്രിക്കുൾപ്പെടെ ആക്ഷൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് നമ്മൾ നിവേദനം കൊടുത്തു. എഴുതിത്തള്ളാൻ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പോലും അവരിതുവരെ ചെയ്തില്ല. ഒരു നയാ പൈസ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി അവർക്ക് ആകെ ചെറിയ ആ 3 വാർഡിലെ മുഴുവൻ ആളുകളതും എഴുതിത്തള്ളുകയാണെങ്കിൽ പോലും 36 കോടി രൂപയേ ഉള്ളൂ. അത് ഒരു കേന്ദ്ര സർക്കാരിന് എഴുതിത്തള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാം. അത് മനഃപൂർവ്വം നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഏതായാലും ഞങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഇതൊരു കേരള മോഡൽ തന്നെയാണ്. വീട്ടിലെല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. കട്ടിൽ തന്നിട്ടുണ്ട്, അലമാര തന്നിട്ടുണ്ട്, പൈസ തന്നിട്ടുണ്ട്. മാസം 80,000 എല്ലാ മാസം കയറുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്. 49 ലിസ്റ്റ് ലാസ്റ്റ് വന്നല്ലോ, അതിൽ പേരുണ്ട്. ഓരോ മാസവും ഒരു കുടുംബത്തിൽ 18,000 രൂപ വെച്ചിട്ടും 6,000 രൂപ വാടകയും കൂപ്പൺ എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഈ കഴിഞ്ഞ മാസം അടുത്ത മാസം മാർച്ച് മാസത്തെ കൂപ്പൺ ഇന്നലെ വരെ കൊടുത്തു കഴിഞ്ഞു. ഒരു കുടുംബത്തിന് 25,000 രൂപയാണ് ഗവൺമെൻറ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് നിലനിന്ന് പോകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു വ്യക്തിക്ക് 25,000 രൂപയുടെ മാസം പ്രതിമാസം ഒരു ദുരന്തബാധിത 25,000 രൂപയുടെ ആനുകൂല്യങ്ങൾ എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ചികിത്സാ ഫണ്ടും ഞാൻ പറഞ്ഞ പോലെ ചികിത്സാ ഫണ്ട് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ദുരന്തബാധിതർക്കുള്ള സർക്കാരിന് നല്ല ഇടപെടലാണ്, നല്ല രീതിയിലുള്ള ഇടപെടലുണ്ട്, മോശമില്ലാതെ. ഇച്ചിരി വൈകിയെങ്കിലും ഞങ്ങൾ സർക്കാർ ചേർത്ത് പിടിച്ചാൽ ഞങ്ങൾക്ക് നല്ല അഭിമാനമുണ്ട്. ഇത് നല്ലൊരു ഈ സർക്കാർ ഞങ്ങൾക്ക് നല്ലത് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നല്ല സഹായിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ട 50,000 വാടക, ഞങ്ങൾക്ക് കൂപ്പൺ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് തന്നെ സർക്കാർ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോട്ടെ എന്ന്.
ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പുനരധിവസിപ്പിക്കേണ്ട ജനങ്ങളെ നേരിൽ കണ്ട് അവർ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് ഒരു സർക്കാർ പുനരധിവാസം നടത്തുകയാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിലെ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് 2025 മാർച്ച് 27-നാണ് കൽപ്പറ്റ ബൈപ്പാസിനടുത്തെ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിനായുള്ള വീടുകൾ പണിതു തുടങ്ങിയത്. ആകെ 410 വീടുകൾ. 7 സെന്റിൽ ആദ്യം മാതൃകാ വീട്, പിന്നീട് 8 മുതൽ 20 വരെ വീടുകൾ ഉൾക്കൊള്ളുന്ന 35 ക്ലസ്റ്ററുകളിൽ നിർമ്മാണം. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാവുന്ന രീതിയിലാണ് ഇവിടെ സർക്കാർ ഓരോ വീടും നിർമ്മിക്കുന്നത്. ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒരു നഗരത്തിലെ താമസത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർക്ക് കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭൂമിയിൽ ഒരുക്കി കൊടുക്കുക എന്നൊരു ചരിത്ര കർത്തവ്യമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, അവസാനത്തെ ദുരന്തബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമറങ്ങില്ല ലോക മലയാളം എന്ന്. ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയാണ്. വളരെ സൗകര്യത്തോടു കൂടി 7 സെൻറ്റ് സ്ഥലത്ത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി സോളാറോടു കൂടിയാണ് ആ വീട് നിർമ്മിക്കുന്നത്. ഇങ്ങനൊരു മാതൃക ഇതുവരെ എവിടെയും ചെയ്തിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയും ഈ LDF സർക്കാരിൻ്റെ ഒറ്റ കഴിവുകൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇരിക്കാനൊരിടം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. സർക്കാരിനോട് നന്ദി പറയാം. ഞാൻ ഒഴിവാക്കിയിട്ട് നല്ലോണം ഞങ്ങളെ ശ്രദ്ധിച്ച് നോക്കുകയൊക്കെ ചെയ്തിരിക്കണം എല്ലാവരും. ഇതുപോലെ ഞങ്ങൾ 1.5 വർഷമായി ഞങ്ങൾ വാടകയ്ക്കും ആ വാടക പോലും മുടക്കാതെ ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ ഉപജീവന മാർഗത്തിനായിട്ട് ഞങ്ങൾക്കുള്ള 1 മാസത്തെ ക്യാഷുകൾ തരികയും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഒരു 1.5 വർഷം ആകുമ്പോഴത്തേന് ഞങ്ങളെ നാളെ ആ ഭവനത്തിൻ്റെ താക്കോൽദാനം തരുന്നതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് ഗവൺമെൻറ്റിനോട്. ലിസ്റ്റ് വരാനൊക്കെ ഒരുപാട് പാടുപെട്ട്. ഞങ്ങൾ 2ാം ലിസ്റ്റിൽ പെടേണ്ടതാണ്, പക്ഷെ ഞങ്ങളെ പെടുത്താത്തത് കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ലിസ്റ്റ് പെട്ട് ഇപ്പം ഈ കാർഡും കൂടെ കിട്ടിയപ്പോൾ എന്തായാലും വീട് ഞങ്ങൾക്ക് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീട്ടിൽ പുതിയൊരു ജീവിതം തുടങ്ങും. കരുതലിൻ്റെ കേരള മോഡലാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനകം 290 വീടുകളുടെ വാർപ്പുപണികൾ വരെ പൂർത്തിയാക്കിയ സർക്കാർ 1-ാം ഘട്ടത്തിൽ ഈ മാസം 25-ന് 178 വീടുകളുടെ താക്കോൽദാനമാണ് നടത്തുന്നത്. വീടുകളോടൊപ്പം അനുബന്ധ സൗകര്യങ്ങളായ റോഡ്, വൈദ്യുതി, ജലവിതരണം, സോളാർ പ്ലാന്റ്, മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവയെല്ലാം ഉറപ്പാക്കിയാണ് ദുരന്തബാധിതർക്ക് 178 വീടുകൾ കൈമാറുന്നത്. വയനാടിൻ്റെ ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥയുടെയും പരിമിതികൾ മറികടന്ന് മനുഷ്യസാധ്യമായ വേഗത്തിലാണ് ദുരന്തബാധിതരെ സർക്കാർ പുനരധിവസിപ്പിക്കുന്നത്. ഇത്രയും കാലം ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ പുതിയ വീട് കിട്ടുമ്പോൾ വളരെ സന്തോഷം. നമ്മൾ ഭാവി എന്താകും എന്നുള്ളൊരു ആവലാതി നമുക്ക് അന്നുണ്ടായിരുന്നു, പക്ഷെ ഇന്നൊക്കെ അത് മാറി. നമുക്കൊരു വീടുണ്ട് എന്നൊരു സന്തോഷമുണ്ട്. കോളനി പോലത്തെ വീടുകളാണ് നമ്മൾ ഭാവനയിലുണ്ടായിരുന്നത്. സർക്കാർ ഇത്രയും ഉഷാറായിട്ട് ഇത്രയും നല്ലൊരു വീട് നമ്മളിപ്പോൾ കണ്ടപ്പോഴാണ് ബോധ്യമായത്. ഞങ്ങൾ ഇത്രയും ഞങ്ങൾക്ക് ഭക്ഷണം തന്നത്, ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാം തന്നത്, പാർപ്പിടം വരെ തന്നു. സർക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പിൽ വീട് പാസ്സായിട്ടുണ്ട്. ഇപ്പോഴത്തെ സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാ ഉപകാരങ്ങളും ചെയ്ത് നമ്മൾ ഇതുവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയി. സർക്കാർ എല്ലാ സഹായം ചെയ്തിട്ടുണ്ട്. 9,000 രൂപയും തന്നിട്ടുണ്ട്, വാടക തന്നിട്ടുണ്ട്, കൂപ്പൺ തന്നിട്ടുണ്ട്, ഇപ്പോൾ വീടും വെച്ച് തരുന്നുണ്ട്. വാടക സന്തോഷമുണ്ട്, വീട് കിട്ടുന്നത് സന്തോഷമുണ്ട്. ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ് സർക്കാർ അവിടെ പടുത്തുയർത്തുന്നത്. ഞങ്ങളത് നേരിട്ട് പോയി ഗുണഭോക്താവ് എന്ന നിലയിൽ എല്ലാവരും നേരിട്ട് പോയി കാണുകയും അതിൻ്റെ ഓരോ ദിവസത്തെ പണികളും അവിടെ നടക്കുന്ന ജോലികളും എല്ലാം വളരെ കൃത്യതയോടുകൂടിയും വളരെ ടെക്നിക്കൽ പരമായിട്ടൊക്കെയാണ് സർക്കാർ അത് ചെയ്തു വരുന്നത്. ഞങ്ങൾ ദുരിതത്തിൽ കുറേ കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കിപ്പോൾ വീട് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ കൂപ്പനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വിഷമമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോൾ നഷ്ടപ്പെട്ടൊരു വീട് കിട്ടണതാണല്ലോ ഒരു സ്വപ്നം എല്ലാവരും. അങ്ങനെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സമാധാനം, സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിൽ.
സർക്കാർ അന്ന് പറഞ്ഞ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. വെറും വാക്കല്ല സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിണറായി വിജയൻ സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ 750 കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. കോടമഞ്ഞിന്റെ പുതപ്പിൽ കുളിരണിഞ്ഞ പ്രഭാതങ്ങളും ദുരന്തം ബാക്കിയാക്കിയ ജനതയുടെ പ്രതീക്ഷകളും ഇനി ഇവിടെ ഒത്തുചേരും. സ്വപ്നഭൂമികയുടെ പുനർജനി. ഈ വരുന്ന 25-ാം തീയതി ഫെബ്രുവരി 25 കൽപ്പറ്റ ആ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിനെ സാക്ഷി നിർത്തി ഈ കുടുംബങ്ങൾക്കാകെയുള്ള അർഹതപ്പെട്ട രേഖ നൽകുന്ന നില സ്വീകരിക്കാൻ പോവുകയാണ്. ഇത് നമ്മെ സഹായിക്കാത്ത എല്ലാവർക്കുമുള്ള ഒരു മറുപടിയായി ഫെബ്രുവരി 25 മാറുമെന്നും കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരും സുമനസ്സുകളും തണലൊരുക്കിയവരും ദുരന്തബാധിതർക്കായി കൈകോർത്തതിൻ്റെ ഫലപ്രാപ്തിയാണ് ഈ വീടുകളുടെ നിർമ്മാണ പൂർത്തീകരണം. എല്ലാം നഷ്ടപ്പെട്ട് ഇനിയങ്ങോട്ട് എന്തെന്നറിയാതെ പകച്ചുനിന്ന ഒരു ജനതയെ ഭരണകൂടം മാതൃകാപരമായി ഇവിടെ ചേർത്ത് പിടിക്കുകയാണ്. അതിജീവനത്തിനുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഈ തണലിൽ സർക്കാർ ഒരുക്കി നൽകുന്നത്. വാഗ്ദാനമല്ല, എന്തു വില കൊടുത്തും അത് നിറവേറ്റുന്നതിലാണ് ഒരു സർക്കാരിൻ്റെ വിജയം. പറയുന്നത് നടപ്പിലാക്കുന്നതാണ് ഈ സർക്കാരിൻ്റെ കരുത്ത്. ആ ഉൾക്കരുത്തിലാണ് ജനങ്ങളുടെയും വിശ്വാസം. ഇനിയൊന്നായി മുന്നേറി നാം കനവിൽ കണ്ട ദൂരങ്ങളിൽ ഇരുളെല്ലാം പകഞ്ഞേറുമീ അഴകിൽ കേരളം. കുരുതി പെയ്തൊരു മാരിയിൽ കുതറിടും തിരമാലയിൽ